അങ്ങനെ ശൃംഗാര ശ്ലോകങ്ങളും മുക്തകളൊക്കെ എഴുതി ഇതാണ് സാഹിത്യം എന്ന് നമ്മളോട് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇതൊന്നുമല്ല സാഹിത്യം, മനുഷ്യനെ പറ്റി പറയുന്നതാണ് സാഹിത്യം എന്ന് മലയാള സാഹിത്യം ഉണർന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ അതിലൊരു തെറ്റുമില്ല. MG എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഏത് കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കലാണ് സാഹിത്യത്തിൻ്റെ ധർമ്മം. ആത്മീയത ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്കവറി ഓഫ് യുവർ വർത്ത്, യുവർ ട്രൂത്ത്, ദാറ്റ് ഈസ് ഓൾ. പക്ഷെ അദ്ദേഹത്തിന് ഹി വാസ് എ മച്ച് സിംപ്ലർ പേഴ്സൺ. ഈ പാരിൽ പരക്ലേശ വിവേകം ഉണ്ടാവണം, അത് സാഹിത്യത്തിനെ സാധിക്കൂ. ആദരണീയനായ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഷാജഹാൻ, ശ്രീ രാജീവ് കുമാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രഗത്ഭരെ, സാഹിത്യത്തെ ഗൗരവപൂർവ്വം കാണുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഒരു കൊച്ചു പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ റമദ ചന്ദ്രശേഖർ നടത്തിപ്പോയതുപോലെ പ്രായോഗിക ക്ഷമതയുള്ള ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, സാഹിത്യത്തെ ഗൗരവപൂർവ്വം കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ നിരൂപണത്തിലുമൊക്കെ തന്നെ വന്നു ഭവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു പരിമിതി, ഒരു ബൗദ്ധികമായ പരിമിതിയെപ്പറ്റി ഉള്ള ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഈ ആശയങ്ങൾ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചു കൊള്ളുമെന്നോ ഇത് സർവസമ്മതമായിരിക്കുമെന്നോ ഉള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. പക്ഷേ പ്രകോപനപരമായി സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു ഊനവും തട്ടേണ്ട കാര്യമില്ല. എന്താണ് വിഷയം? സാഹിത്യത്തിലെ ആത്മീയത പുരോഗമന വിരുദ്ധമോ എന്നുള്ളതാണ് പ്രശ്നം. 3:30 നിർത്തണം, കാരണം കുറച്ച് സമയം അദ്ദേഹത്തിന് കൊടുത്തതുകൊണ്ട് 20 മിനിറ്റ് സംസാരിച്ചാൽ മതി ബാക്കി ചോദ്യങ്ങൾ. അതൊരു കണക്കിന് നന്നായി. ഞാൻ ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഞാൻ എത്താൻ കാരണം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ അന്നത്തെ കൊച്ചി മേയർ ശ്രീ അനിൽകുമാർ എന്നോട് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തണമെന്ന് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പ്രഭാഷണം നടത്താമെന്ന് സമ്മതിച്ചു പോയി. അവിടെ ഞാനൊരു വിഷയം സംസാരിച്ച് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ ദർശനവും ആത്മീയതയും, അതാണ് വിഷയം. പറഞ്ഞു വന്നത് എന്താണ് ആ വിഷയം? ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹ്യമായ ദർശനങ്ങൾ നമുക്കൊക്കെ പരിചിതമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങി നമുക്ക് സുപരിചിതമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സമത്വത്തിൻ്റെ, സമഭാവനയുടെ, വിവേചനരാഹിത്യത്തിൻ്റെ, സകല മനുഷ്യരും ഒന്നാണ് എന്നുള്ള ഒരു വലിയ ആശയത്തിൻ്റെ പ്രചാരകനായി ഗുരുദേവനെ നമ്മൾ കാണുന്നു. അന്നത്തെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങേയറ്റം വിപ്ലവാത്മകമായിട്ടുള്ള ആശയമായി അങ്ങനെയാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. കാരണം അന്നത്തെ നടപ്പ് ശീലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതി എന്നുള്ള നിലയ്ക്ക് മനുഷ്യർ തങ്ങളിലുള്ള ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള ഈ അസമത്വങ്ങളിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ ഇവിടെ സാമൂഹ്യമായിട്ടുള്ള ഒരു സമഭാവനയുടെ, നിർഭേദത്തിൻ്റെ, അഭേദത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ വിത്ത് പാകി. അത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിലേക്ക് ആ വിത്ത് മുളച്ചു വന്നു. നമ്മൾ ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ സമഭാവനയോടുകൂടി ജീവിക്കുന്ന, ജാതിയും മതമൊക്കെ ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലൊക്കെ ചെറുതായിട്ടൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വേര് പിടിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി ഈ ജാതിമത വ്യത്യാസങ്ങളുടെയൊക്കെ പേരിൽ മനുഷ്യനെ അകറ്റി നിർത്തുന്നതിനോട് യോജിക്കാത്ത മാനസിക പ്രകൃതമാണ് മലയാളിയുടേത്. അത്തരത്തിലുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കി തന്നത് ആണ് നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. ആ സംഭാവനയ്ക്ക് കാരണക്കാരനായത് ഏറ്റവും വലിയ ആചാര്യൻ അതിനകത്ത് ഗുരുദേവൻ തന്നെയാണ്. ഒരുപാട് പേര് അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. അത് പൊയ്കയിൽ അപ്പച്ചനായാലും ശരി, അയ്യങ്കാളി ആയാലും ശരി, ചട്ടമ്പി സ്വാമി ആയാലും ശരി, ഒരുപാട് പേര്. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഏക പ്രവാഹമല്ല, അനേകം ജലധാരകൾ വന്നു ചേരുന്ന ഒരു മഹാപ്രവാഹമാണ്. എന്നാൽ ആ പ്രവാഹത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആശയധാര നൽകിയത് ഗുരുദേവനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഞാൻ അവിടുത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഗുരുദേവൻ എങ്ങനെയാണ് ഈ ഒരു സാമൂഹികമായിട്ടുള്ള സമത്വത്തിൻ്റെ ഒരു ദർശനം എവിടെ നിന്നാണ് ഗുരുദേവന് ഉരുത്തിരിഞ്ഞു വന്നത്. പാശ്ചാത്യ തത്വചിന്തകരുടെ പുസ്തകം വായിച്ചിട്ടോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഈക്വാളിറ്റി ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞ ആശയങ്ങൾ സ്വാംശീകരിച്ചിട്ടോ പാശ്ചാത്യ സാഹിത്യവും സാമൂഹ്യശാസ്ത്രവും വായിച്ചിട്ടോ ചരിത്രം വായിച്ചിട്ടോ ആണോ ഗുരുദേവൻ ഇവിടെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് എന്ന ചോദ്യത്തിൻ്റെ എൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് സ്വാഭാവികമായിട്ടും ഗുരുദേവൻ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരു വലിയ അപരാധമാണ് എന്നും ആ സാമൂഹ്യ ദർശനം ഒരു സമൂഹ ഭാവന അദ്ദേഹത്തിൽ ഉണ്ടാവാൻ കാരണം ഈ ജാതിക്കും മതത്തിനുമെല്ലാം അതിലൊക്കെ അടിമകളായി കിടക്കുന്ന മനുഷ്യരെ ഓർത്ത് പരിതപിച്ചുകൊണ്ട് ഇതെല്ലാം ഈ കാണുന്ന സർവചരാചരങ്ങളിലും അന്തർഹിതമായിരിക്കുന്ന ഏക സത്യം അതിനെപ്പറ്റി മനസ്സിലായി കഴിയുമ്പോൾ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ഈ ഭൂമിയിൽ ആദിമമായ ഒരാത്മസത്യം only one eternal truth permeates the whole universe എന്ന് പറഞ്ഞാൽ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നത് പോലെ ഈശാവാസ്യമിതം സർവം, ഇവിടെ ഈശനല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ ഒരേ ഊർജത്താൽ ഒരേ സത്തയാൽ ഒരേ ചൈതന്യത്താൽ രൂപപ്പെട്ടിരിക്കുന്ന ഭവിച്ചിരിക്കുന്ന ഞാനും നീയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് എന്തൊരു ഭോഷത്തരമാണ്. നീ ഏത് മതത്തിൽപ്പെട്ടായാലും എനിക്കൊരു കുഴപ്പമില്ല, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കാരണം മനുഷ്യൻ ഒന്നേ ഉള്ളൂ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യനായിട്ട് ജനിച്ചെങ്കിൽ നിനക്കൊരു ജാതി, ഒരു മതം, ഒരു ദൈവമേ ഉള്ളൂ. ബാക്കി ഉണ്ടാക്കി വച്ചിരിക്കുന്നതൊക്കെ അസത്യമാണ്, അസത്താണ് എന്ന് ഗുരുദേവൻ പറഞ്ഞത് ആ സാമൂഹികമായ ഭാവന ഏതൊരു സാമൂഹിക ഭാവനയാണോ കേരളത്തിനെ അതിൻ്റെ മധ്യകാല ജാഡ്യത്തിൽ നിന്ന് ആന്ധ്യത്തിൽ നിന്ന് ഉണർത്തി ഒരു പുരോഗമന കേരളത്തിലേക്ക് നമ്മളെ ഉണർത്തിയത്, ആ ഉണർത്തിയ ആശയത്തിൻ്റെ ബീജം കിടക്കുന്നത് ഈ ആത്മീയമായിട്ടുള്ള സമഭാവനയിൽ അല്ലെങ്കിൽ ഈശാവാസ്യമിതം സർവം എന്ന ആ ഒരു മിസ്റ്റിക് അനുഭവത്തിൽ നിന്നാണ്. എല്ലാം ഒരേ ഊർജത്തിൻ്റെ ചൈതന്യത്തിൻ്റെ പ്രവാഹം തന്നെയാണല്ലോ എന്നിലും നിന്നിലും ഈ പുഴുവിലും ഒക്കെ പ്രവഹിക്കുന്നത് എന്ന ആ ഒരു മിസ്റ്റിക് അനുഭവത്തിൻ്റെ ബോധ്യമാണ് ഗുരുദേവനെ കൊണ്ട് ഇവിടെ വലിയൊരു സാമൂഹ്യ മാറ്റത്തിൻ്റെ സമരകാഹളം ഉണർത്താൻ ഗുരുദേവനെ സഹായിച്ചത് എന്നാണ് ഞാൻ അന്ന് അവിടെ പറഞ്ഞത്. പ്രസംഗം കേട്ടപ്പോൾ പലരും പറഞ്ഞു, അല്ല ഈ ആത്മീയതയൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞങ്ങൾ പുരോഗമനവാദികളല്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ശീർഷകം എടുത്തിരിക്കുന്നത്. ആത്മീയത പുരോഗമനവാദത്തിനൊക്കെ എതിരാണോ? ആണ് എന്ന് തോന്നും ചിലർക്ക്. അത് രണ്ട് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. ആത്മീയമായ കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് ധരിക്കുന്നത് കൊണ്ടും ആത്മീയത എന്ന് പറയുന്നത് മതമാണ് എന്നും ഉള്ള അപാരമായ കൊടിയ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് ആത്മീയതയും പുരോഗതിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നത്. യഥാർത്ഥ ആത്മീയത എന്താണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. മാത്രവുമല്ല, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, എന്തിന് ആത്മീയതയുടെ പേരിൽ പോലുമൊക്കെ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങളെ ഇതിനോട് സമീകരിച്ചുകൊണ്ട് ആത്മീയത സമം അന്ധവിശ്വാസം എന്ന ഒരു സമവാക്യത്തിലേക്ക് ഒരു വലിയ അബദ്ധത്തെ ന്യൂനീകരിച്ചതുകൊണ്ട് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു മലയാളി ശീലം അങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് ഒരു ഭാഗത്തുകൂടി നടന്ന കുഴപ്പമല്ല, ഒരു പ്രതിഭാസം. രണ്ട്, നമ്മൾ സാഹിത്യത്തിലേക്ക് വന്നത്, സാഹിത്യത്തിലൂന്നിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത്. സാഹിത്യത്തിലേക്ക് വന്നാലോ, ഒരു കാലത്ത് ഈ സ്തോത്രകൃതികളുമൊക്കെ എഴുതി ദൈവത്തിനെയൊക്കെ വർണ്ണിച്ചും അങ്ങനെയുള്ള കൃതികൾ, ഈ നമ്മുടെ വെൺമണി കൃതികൾ പോലെയുള്ള കൃതികൾ. കാരണം പത്തായത്തിൽ നെല്ലുണ്ട്, സുഖമായിട്ട് ആ കാളിലുണ്ട്, ദാസന്മാർ ദാസികളൊക്കെ ഉണ്ട്, അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ അങ്ങനെ ശൃംഗാര ശ്ലോകങ്ങളും മുക്തകളൊക്കെ എഴുതി ഇതാണ് സാഹിത്യം എന്ന് നമ്മളോട് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇതൊന്നുമല്ല സാഹിത്യം, മനുഷ്യനെ പറ്റി പറയുന്നതാണ് സാഹിത്യം എന്ന് മലയാള സാഹിത്യം ഉണർന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ അതിലൊരു തെറ്റുമില്ല.
ഇത്തരത്തിലുള്ള സുഖഭോഗങ്ങളുടെ ഇങ്ങനെയൊക്കെ ശൃംഗാരം ശൃംഗാരമൊക്കെ ആയിട്ട് നടന്ന്, എന്നാൽ ഇത്തിരി ദൈവികത്വവും പറഞ്ഞ് ഇത്തിരി ഭഗവത്ഗീതയും പറഞ്ഞ് അങ്ങനെ ഒരു ജീവിത ശൈലിയുമായിട്ട് നമ്മളതിനെ ഇക്വേറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ജീവിതഗന്ധിയാണ് സാഹിത്യം, മനുഷ്യകഥാനുഗായികളാണ് ഈ കാവ്യങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജാതി മതചിന്തകളിലൊക്കെ ജാതി ശ്രേണിയിലൊക്കെ അന്ന് വളരെ താണു കിടന്നിരുന്ന ആളുകളെ ഒക്കെ തന്നെ സാഹിത്യത്തിൻ്റെ പൂമുഖത്തിലേക്ക് വിളിച്ചു കയറ്റി അവരുടെ ജീവിതത്തിലുമുണ്ട് വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങൾ, ജീവിതം എന്ന് നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ട് ഇവിടെ പി കേശവദേവും തകഴി ശിവശങ്കരപിള്ളയും പൊൻകുന്നം വർക്കിയും അങ്ങനെയുള്ള ഒരുപാട് വൈക്കം മുഹമ്മദ് ബഷീറും ഒക്കെ അടങ്ങുന്ന പുരോഗമന സാഹിത്യത്തിന്, ജീവൽ സാഹിത്യത്തിന് രൂപം കൊണ്ടത് എന്തുകൊണ്ട്? സാഹിത്യം ജീവിതത്തിൽ നിന്ന് അങ്ങ് ദൂരെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാധാരണ മനുഷ്യൻ്റെ ജീവിതങ്ങളിലെ സംഘർഷത്തെപ്പറ്റിയോ സങ്കടത്തെപ്പറ്റിയോ ഒന്നും ചിന്തിക്കാൻ സാഹിത്യത്തിന് കഴിവില്ലാതിരുന്ന ഒരവസ്ഥയിൽ ഇതൊന്നും അല്ലടോ സാഹിത്യം, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും സംഘട്ടനങ്ങളും ദാരിദ്ര്യവുമാണ് സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടനാടിലെ കർഷകൻ്റെയും കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും റിക്ഷാവലിക്കാരൻ്റെയും തോട്ടിയുടെയും വേശ്യയുടെയും പോക്കറ്റടിക്കാരൻ്റെയും ഒക്കെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സാഹിത്യം മലയാളത്തിലുണ്ടായി. അതിനെപ്പറ്റി നമുക്ക് ഇന്നും അഭിമാനമുണ്ട്, എന്നും അഭിമാനമുണ്ട്, അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. പോക്കറ്റടിക്കാരനൊക്കെ ഹീറോയാണ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇതാ ഒരു മനുഷ്യൻ എന്നുള്ളൊരു കഥയുണ്ടല്ലോ. പിന്നെ പേഴ്സ് പോക്കറ്റടിച്ച് പോയിട്ട് ഒരുത്തൻ കയറി ആഹാരം കഴിക്കുകയാണ് നമ്മുടെ കഥാനായകൻ. നോക്കുമ്പോൾ പൈസയില്ല, പേഴ്സ് പോയി. എന്നിട്ട് പിന്നെ നീ അരിയാട്ടിയും എച്ചിലൊക്കെ കഴുകിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു തടിമാടൻ, ഒരു ക്രൂരനാണെന്ന് വരെ കണ്ടാൽ തന്നെ അറിയാം. വലിയ മീശയൊക്കെ ആയിട്ട് അയാൾ ഇങ്ങോട്ട് പയ്യനെ വിളിച്ചുകൊണ്ട് ബാക്കി കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഒരു 10 പേഴ്സ് എടുത്തു, നിൻ്റെ പേഴ്സ് അതെന്ന് പറഞ്ഞ് എടുത്തു എന്നാണ്. കാരണം എല്ലാം അടിച്ചു മാറ്റിയിരിക്കുകയാണല്ലോ. ഇതാ മനുഷ്യൻ, ഒരു മനുഷ്യൻ എന്നാണ് കഥ. അപ്പോൾ എത്ര നീചനാണെങ്കിലും ഒരു മനുഷ്യൻ, അവന് മനുഷ്യത്വമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തന്നതാണ് മലയാളത്തിൻ്റെ നോവൽ സാഹിത്യം. എം ടി വാസുദേവൻ നായർ സ്ഥിരമായി പറയുന്ന ഒരു വാക്യമുണ്ട്, എം ടിയുടെ നായകന്മാരൊന്നും സൽസ്വഭാവികളുമല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാമെന്നുള്ള പലരും വളരെ മൂടിയാണ്, ഒരുപാട് പ്രജുഡിസസ് ഒക്കെ ഉണ്ട്. പക്ഷേ എം ടി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഏത് കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കലാണ് സാഹിത്യത്തിൻ്റെ ധർമ്മം. എം ടി എന്നോട് എത്ര പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞു. ഏത് കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അപ്പോൾ പുറമേ കാണുമ്പോൾ കരിമ്പാറ, പക്ഷേ ഉള്ളിലോ അവൻ നീരുറവയുണ്ട്. ഡോസ്റ്റോവസ്കിയുടെ ഒരു കഥാപാത്രമുണ്ടല്ലോ, മകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, അവളെ എനിക്ക് കാണണ്ട, അവളെ എന്നെ മരിച്ചുപോയി, എന്നെ സംബന്ധിച്ച് അവൾ പോയി എന്നൊക്കെ പറഞ്ഞ് മകളെപ്പറ്റി ഇനി ഭർസിച്ചുകൊണ്ട് നടന്ന അച്ഛൻ മരിച്ചു. അപ്പോൾ മകളുടെ ഒരു ലോക്കറ്റ് ഒരു മാല കാണുന്നില്ല. അതും അവളെപ്പറ്റി അച്ഛൻ ചീത്ത വിളിച്ചുകൊണ്ട് അവളെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിരിക്കും, നശിച്ച പെണ്ണാണ്, അവൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മോളെ ഇറക്കി വിട്ടു. ആകെ അച്ഛൻ മരിച്ചു. ഈ റഷ്യയിലെ വിൻ്ററാണല്ലോ, ഒരുപാട് കോട്ടുകളൊക്കെ ഇട്ടിട്ടാണ്. അച്ഛനെ മരിച്ച് അന്ന് ഈ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി എല്ലാം തുണിയൊക്കെ മാറ്റി പരിശോധിക്കുമ്പോൾ ഇതാ കിടക്കുന്നു മകളുടെ ഓർമ്മക്കുറിപ്പ് പോലെ അയാളുടെ കഴുത്തിൽ മകൾക്ക് വേണ്ട ഒരു മാല. മകൾ പോയെങ്കിലും മകളുടെ ഓർമ്മ തന്നെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കൊള്ളരുതാത്തവനായ ഒരു അച്ഛൻ്റെ കഥ പറയുന്ന ദോസ്റ്റോവസ്കിയിലൂടെ സാധാരണ മനുഷ്യൻ്റെ സ്നേഹവികാരങ്ങളുടെ ഒരു മഹാലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ് എഴുത്ത്. ഇങ്ങനെ എന്തെല്ലാം നമ്മൾക്ക് നമ്മുടെ നോവലിലുണ്ട്. റിക്ഷാക്കാരൻ പപ്പുവിൻ്റെ കഥ, പിന്നെ അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ നമ്മളിലേക്കുണ്ട്. പക്ഷേ ഈ സാഹിത്യത്തിൻ്റെ വിഭ്രമാത്മകമായിട്ടുള്ള ഒരു സ്വാധീനത്തിൽപ്പെട്ടിട്ട് മലയാള സാഹിത്യത്തിന് ചില കുഴപ്പങ്ങൾ പറ്റി. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെപ്പറ്റി പറയുന്നതാണ് സാഹിത്യമെന്നും ഈ ഭൗതികതയ്ക്ക് അപ്പുറം ഒരു ലോകമില്ല എന്നും നേരത്തെ നമ്മൾ പഠിച്ച ഈ പുരോഗമന പാഠത്തിൻ്റെ ഭാഗമായി അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല സാഹിത്യത്തിന് എന്ന് നമ്മുടെ നിരൂപണ രംഗം എവിടെയോ വച്ച് പഠിച്ചു പോയോ എന്നുള്ളതാണ് എൻ്റെ സന്ദേഹം. കവിതയിലേക്ക് വന്നാലോ ഇത് കുറച്ചുകൂടെ വ്യക്തമാണ്. ആശാൻ്റെ കവിതയാണ് വാസ്തവത്തിൽ നമുക്കൊരു വഴിത്തിരിവ്. എഴുത്തച്ഛൻ വന്നു, അതിനുശേഷം പിന്നെ നമുക്ക് ഏറ്റവും വലിയ ദീപസ്തംഭമായി നിൽക്കുന്നത് ആശാനാണ്. ആശാനിലെ ആത്മീയതയെപ്പറ്റി നമ്മളാരും സംസാരിക്കുകയില്ല. ആശാൻ്റെ ആത്മീയതയെപ്പറ്റി ആരും സംസാരിക്കുകയില്ല. ആശാൻ്റെ മറ്റു കാര്യങ്ങൾ, ആശാൻ്റെ കവിതയെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. എന്നാൽ ആശാനിലൊരു അദ്വൈതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആശാൻ കവിതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പോട്ടെ, ആശാനെ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞിട്ട് മലയാള കവിതയിൽ ആത്മീയതയുടെ ഒരു ധാരയുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴെല്ലാം ആത്മീയത എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ആത്മീയമെന്ന് തോന്നുന്ന കവിതകൾ ആരൊക്കെ എഴുതുന്നുവോ അവരെയൊക്കെ വളരെ മോശപ്പെട്ട ഒരു ലേബൽ ഒട്ടിച്ച്
ആ തൊഴുത്തിൻ്റെ മൂലയിൽ കൊണ്ട് കെട്ടുക എന്നുള്ളത് മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു ഇഷ്ടവിനോദമായി മാറിയതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ്. ഇന്ന് ഇക്കോ സ്പിരിച്വാലിറ്റി എന്നൊക്കെ ലോകം മുഴുവൻ പറയുന്ന തരത്തിലുള്ള അതിവിശിഷ്ടമായിട്ടുള്ള പ്രചോദനത്തിൻ്റെ ഉത്തിഷ്ടമായിട്ടുള്ള അവസ്ഥയെ പ്രതിപാദിക്കുന്ന പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ കണ്ടിട്ട് വായിച്ചിട്ട് ഇതാ ഒരു ഭക്തകവി, ഇയാൾ ഗുരുവായൂരൊക്കെ ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന കാണാം, വെറും ഒരു ഭക്തകവി എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ട് തൊഴുത്തിൻ്റെ അങ്ങ് മൂലയെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് വേണ്ടാത്ത പശുക്കളുടെ കൂട്ടത്തിൽ. അത് മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു ദുശീലമാണ് എന്ന് ഞാൻ പറയും. ശങ്കരക്കുറുപ്പ് വിശ്വദർശനം പോലുള്ള കവിതകൾ എഴുതി. ശങ്കരക്കുറുപ്പ് ടാഗോറിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നിരിക്കാം. ശങ്കരക്കുറുപ്പിലുള്ള ആത്മീയതയെ പറ്റി ചർച്ച ചെയ്യുന്നത് പോലും അപരാധമാണ് എന്ന് വിചാരിക്കുക മാത്രമല്ല, ശങ്കരക്കുറുപ്പിൻ്റെ ആത്മീയ അതൊക്കെ ടാഗോറിൻ്റെ ഇമിറ്റേഷൻ അല്ലേ എന്ന് പറഞ്ഞ് ശങ്കരക്കുറുപ്പിനെയും നമ്മൾ ഏറെക്കുറെ ഒരു പരിമമാക്കി. ഇവിടെ ആത്മീയമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ആളുകൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ നമ്മൾ ഈ ഭക്തകവി കാറ്റഗറിയിൽപ്പെടുത്തി ഈ സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തലാണ് പതിവ്. ഇത് നമ്മുടെ സാഹിത്യശീലത്തിൻ്റെ ഒരു അപജയമാണ് എന്നാണ് എൻ്റെ ഹൈപ്പോത്തിസിസ്. നമ്മുടെ ഫിക്ഷൻ രംഗത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ തകഴി, ബഷീർ, ദേവ്, ആ തലമുറ, അപ്പോൾ പിന്നെ പൊറ്റക്കാട്, ഉറൂവ് തുടങ്ങിയവർ, പിന്നീട് വന്നിട്ടുള്ള MG മാധവിക്കുട്ടി, അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ട് താഴോട്ട് വരുന്തോറും ഇവരൊന്നും തന്നെ മാനസികമായിട്ടുള്ള ആഴങ്ങളിലേക്ക്, കഥാപാത്രത്തിൻ്റെ മാനസികമായ ആഴങ്ങളിലേക്ക് പോകും. വൈകാരിക സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ അപഗ്രഥനത്തിലേക്കൊക്കെ പോകാൻ നമ്മുടെ സാഹിത്യത്തിന് സാധിക്കും. എന്നാൽ അതിനപ്പുറത്തേക്കുള്ളൊരു തലത്തിലേക്ക് പോകാൻ നമ്മുടെ സാഹിത്യത്തിന് ചിറകുകളില്ല. ആകെ പോയത് ഒരു പരിധി വരെയെങ്കിലും പോയത് OV വിജയനാണ്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് വാഴ്വിൻ്റെ അദൃശ്യമായിട്ടുള്ള മാനങ്ങളിലേക്ക്. ആത്മീയത എന്ന് പറയുന്നത് ഭസ്മക്കുറിയും കുങ്കുമക്കുറിയും പൊട്ടും ഒന്നുമല്ല. മനുഷ്യൻ്റെ വാഴ്വിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആരോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ സത്ത എന്ത്, സത്യം എന്ത് എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ശരീരത്തിന് അപ്പുറത്തേക്ക് എനിക്കൊരു സത്തയുണ്ടോ? എൻ്റെ വാഴ്വിന് ഒരു തുടർച്ചയുണ്ടോ? എനിക്ക് ജന്മാന്തരങ്ങളുണ്ടോ? എനിക്ക് കർമ്മബന്ധങ്ങളുണ്ടോ? ഞാൻ ഈ ലോകവുമായിട്ട്, ഈ വിശ്വവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഞാനിവിടെ ഒറ്റപ്പെട്ടവനാണോ അതോ ഈ സർവ്വചരാചരങ്ങളുമായി ഞാൻ എൻ്റെ ആന്തരിക ചൈതന്യം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ? ആശാൻ തന്നെ പിന്നെ വീണഭൂമിയിൽ പറയുന്നില്ലേ, ഒന്നല്ലി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി രചിച്ചത് കൈഹ രചിച്ചത് നമ്മയെല്ലാം എന്ന് പറയുമ്പോൾ അദ്വൈതത്തിൻ്റെ ദർശനമാണ് അതിനകത്ത് ആ സ്ഫുരണം. അതാണ് നമ്മൾ അദ്വൈതമൊന്നും ആശാന് പറഞ്ഞു കൊടുക്കില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആശാൻ മോശക്കാരനായി പോയാലോ എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ ഈ OV വിജയൻ്റെ ആത്മീയതയെ പോലും നമ്മൾ കരുണാകര ഗുരുവിലെ ഒതുക്കി അങ്ങ് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. ശരിക്കും പറഞ്ഞാൽ OV വിജയൻ്റെ അസ്തിത്വ ദുഃഖത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഒക്കെ കാതൽ തൻ്റെ സത്ത എന്ത്, വാഴ്വിൻ്റെ സത്യമെന്ത്, പൊരുളെന്ത് എന്ന് അന്വേഷിക്കുന്ന ആത്മീയമായിട്ടുള്ള ദാഹം തന്നെയാണ് OV വിജയൻ്റെ ഏറ്റവും വലിയ ദാഹം. MT വാസുദേവൻ നായരിൽ ഈ ആത്മീയത കുറവാണ്. കാരണം അദ്ദേഹം മാനസികമായിട്ടുള്ള മനുഷ്യ കഥാപാത്രങ്ങളുടെ മാനസികമായിട്ടുള്ള ആഴങ്ങളിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ചില ഗ്ലിംസസ് മാത്രമേ വരുന്നുള്ളൂ, വളരെ അപൂർവമായി മാത്രം. എന്നാൽ മലയാളത്തിൽ OV വിജയനെ പോലെ ഈ വാഴ്വിൻ്റെ അഗാധമായിട്ടുള്ള സത്യം അന്വേഷിച്ചുകൊണ്ട് ഈ പൊരുളും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്ന തരത്തിൽ സാഹിത്യത്തിനെ ഉയർത്താൻ ഒരുപക്ഷെ OV വിജയനോളം മലയാള സാഹിത്യത്തിൽ പരിശ്രമിച്ച് വിജയിച്ച മറ്റൊരാളില്ല എന്ന് ഞാൻ പറയും. വിശ്വസാഹിത്യത്തിലേക്ക് പോയ ദോസ്റ്റോവസ്കിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ നോബൽ പ്രൈസുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകളുടെയൊക്കെ സാഹിത്യം പരിശോധിക്കുമ്പോൾ ഒരു നല്ല എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സിദ്ധി എന്താണ്? സാധാരണ മനുഷ്യൻ കാണുന്നതിനപ്പുറത്തേക്ക് കാണാനുള്ള കഴിവ്. സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകാത്ത ജീവിതത്തിൻ്റെ സമവാക്യങ്ങളെ നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവ്. ഏതോ ഒരു ആദിശക്തിയുമായി, ആദി പൊരുളുമായി എനിക്ക് ബന്ധമുണ്ടോ? ആ പൊരുളിൻ്റെ ആവർത്തനം തന്നെയാണോ ഞാനും എന്നൊക്കെയുള്ള അന്വേഷണത്തിലൂടെ ഈ വാഴ്വിൻ്റെ മാനങ്ങൾ, ചെറിയ ജീവിതമായിരിക്കാം, പക്ഷേ ചെറിയ ജീവിതത്തിൻ്റെ അപാരമായിട്ടുള്ള മാനങ്ങളിലേക്ക് കഥയുടെ കഥാഖ്യാനത്തെ കൊണ്ടുപോകാനുള്ള കഴിവാണ് ഈ ആത്മീയതയിലുള്ള അവിശ്വാസത്തിലൂടെ മലയാള സാഹിത്യത്തിന് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഭൗതികതയുടെ തലത്തിൽ മാത്രം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രചന എന്ന് പറയുന്ന ശീലക്കേടിൽ നിന്ന് മലയാള സാഹിത്യ നിരൂപണം സ്വയം മോചിതമാകേണ്ട സമയം സമാഗതമായിരിക്കുന്നുവെന്ന് ഭൗതികതയുടെ ആസക്തിയിൽപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തെ മുൻനിർത്തി നമുക്ക് പറയേണ്ട സമയമായിരിക്കുന്നു.
നമ്മളൊരു കാലത്ത് ഇവിടെ ഇല്ലായ്മയുടെ കാലത്താണ് ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലേക്കൊക്കെ സാഹിത്യം നമ്മളെ കൊണ്ടുപോയത്. ഇല്ലായ്മയുടെ പരിഹാരമുണ്ടാവണം, മനുഷ്യന് വിശക്കുന്നവന് ആഹാരം വേണം, കിടക്കാൻ ഇടം വേണം, ഭക്ഷണം വേണം, ഇതൊക്കെ ജോലി വേണം, ഇതൊക്കെ പറയുന്ന നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇല്ലായ്മകളെ നിവാരണം ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ സാഹിത്യം ഒരു കാലത്ത് പ്രതിഫലിപ്പിച്ചിരുന്നുവെങ്കിൽ, അതുകൊണ്ട് നമുക്ക് നല്ല സാഹിത്യകൃതികൾ കിട്ടിയെങ്കിൽ 21ാം നൂറ്റാണ്ടിൻ്റെ ഒരു ക്വാർട്ടർ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഭൗതികത കൊണ്ട്, അതിഭൗതികത കൊണ്ട്, ഓവർ കൺസംഷൻ കൊണ്ട് ഈ പരിസ്ഥിതിയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികസനത്തിൻ്റെ ഒരു രഥോത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വാഴ്വിന് എന്താണ് അർത്ഥമെന്നും ഈ ഭൂമുഖത്ത് എത്ര നാൾ നമ്മൾ ജീവിക്കുമെന്നും ഈ പ്രകൃതിയോട് എനിക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് റിലേഷൻഷിപ്പിനപ്പുറം, ഒരു യൂട്ടിലിറ്റേറിയൻ റിലേഷൻഷിപ്പിനപ്പുറം ഈ പ്രകൃതിയുടെ ചൈതന്യവുമായി എനിക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ നമ്മുടെ സാഹിത്യത്തെ പ്രാപ്തമാക്കണമെങ്കിൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് പഴകിയ ചില ശീലക്കേടുകൾ മലയാള സാഹിത്യ നിരൂപണം മാറ്റിവെക്കേണ്ടതുണ്ട് എന്ന് ഉറക്കെ ആവശ്യപ്പെടാൻ നിയമസഭയുടെ ഈ വളരെ പവിത്രമായിട്ടുള്ള ഈ വേദി ഉപയോഗപ്പെടുത്താൻ മാത്രമേ ഞാൻ മുതിരുന്നുള്ളൂ. 10 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഇനി ഞാൻ കൂടുതൽ ആവർത്തനമായി പോകുന്നുള്ളതുകൊണ്ട് ഈ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. ഇതാണ് എനിക്ക് മലയാളത്തിലെ നിരൂപകരോടും എഴുത്തുകാരോടും പറയാനുള്ളത്. നിർഭയമായി ഈ ജീവിതത്തെ അപഗ്രഥിക്കാൻ പ്രത്യയശാസ്ത്രങ്ങളുടെയോ മുൻവിധികളുടെയോ ഒന്നും കണ്ണാടിയില്ലാതെ നിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ, നിൻ്റെ സർഗാത്മകതയുടെ ആ ഒരു ചൈതന്യത്തിൻ്റെ അസ്വസ്ഥതയോടുകൂടി ഈ ജീവിതത്തിൻ്റെ പല മാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ സാഹിത്യത്തെ സജ്ജമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം, ധിഷണാപരമായ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ പുതിയ എഴുത്തുകാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ നിരൂപണത്തിനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. 3-4 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം സർ. സാറിൻ്റെ പ്രഭാഷണങ്ങൾ നേരിട്ടും യൂട്യൂബിലൂടെയൊക്കെ നിരന്തരം കേൾക്കാറുണ്ട്. വയലാറിനെക്കുറിച്ചും തുഞ്ചൻ പ്രഭാഷണവും ഒക്കെ കേട്ടതാണ്. ഇവിടെ സാറിൻ്റെ 1-2 അഭിപ്രായങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, സ്നേഹപൂർവ്വം വിയോജിക്കുവാണ്. അതിലൊന്നെന്ന് പറയുന്നത് കേരളത്തിൽ മതത്തെക്കുറിച്ച് സാറ് ആമുഖത്തിൽ പറഞ്ഞൊരു സംഭവമാണ്. കേരളത്തിൽ മതത്തിൻ്റെ ആ ചിന്ത കൂടി വന്നിരിക്കുകയാണ്. കാരണം മാട്രിമോണിയൽ കോളങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇലക്ഷൻ വരുമ്പം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ മുഹമ്മദ് കുഞ്ഞിനെതിരായി കുഞ്ഞാലിക്കുട്ടിയെ നിർത്തുള്ളൂ, കുഞ്ഞിരാമനെ നിർത്തത്തില്ല, അല്ലെങ്കിൽ മറ്റൊരു ജാതിക്കാരനെ നിർത്തത്തില്ല. ബാലകൃഷ്ണൻ നായർക്കെതിരായി രാമകൃഷ്ണൻ നായരെ നിർത്തുള്ളൂ, വേറെ ആളെ നിർത്തത്തില്ല. വാസ്തവത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. പക്ഷേ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മതത്തിൻ്റെ ശക്തി കൂടി വന്നിരിക്കുകയാണ്. പിന്നെ ആത്മീയത, സത്യത്തിൽ സാഹിത്യത്തിലെ ആത്മീയത എന്നതിനേക്കാൾ ആത്മീയത പുരോഗമന വിരുദ്ധമോ എന്നാണ് ചർച്ച വേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആത്മീയത ശരിക്കും പുരോഗമന വിരുദ്ധമല്ല. അത് പുരോഗമന വിരുദ്ധമാകുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലും വിറ്റുതിന്നുന്ന സംഘടനയുള്ള രാജ്യത്ത് ആത്മീയത അത് പറയുന്നതിന് മടിയൊന്നുമില്ല. എന്നിട്ട് അതിനെ രാഷ്ട്രീയ കക്ഷികൾ പിന്തുണയ്ക്കുക, വിപ്ലവ കക്ഷികളെന്ന് പറയുന്നവർ പിന്തുണയ്ക്കുക. ഈ ഒരു ഘട്ടത്തിൽ ആത്മീയത നശിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആൾദൈവങ്ങൾ ആത്മീയത നശിക്കുന്നതിന് രണ്ടാമത്തെ ഘടകം ആൾദൈവങ്ങളാണ്. ആൾദൈവങ്ങളും ആത്മീയതയുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ജനത്തിനറിയില്ല സർ. ആത്മീയതയ്ക്ക് ഇടനിലക്കാരോ പിന്നെ പോറ്റിമാരോ ഒന്നും ആവശ്യമില്ല. നേരിട്ട് ആണ് ആത്മീയത. ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്കവറി ഓഫ് യുവർ വർത്ത്, യുവർ ട്രൂത്ത്, ദാറ്റ് ഈസ് ഓൾ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് സാർ. പക്ഷെ ഇത് ജനത്തിനറിയില്ല. നമ്മുടെ ഗ്രാമങ്ങളിൽ ഏറ്റവും അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്ത് നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ. രാവിലെ ഒരു വണ്ടി വിളിക്കുന്നു, കുറേ ആളുകൾ ഇങ്ങനെ കയറി പോകുന്നു. ഒരു 3-4 മണിക്കൂറുള്ള ഒരു യാത്രക്കിടയിൽ ആ വണ്ടിയിൽ ഇട്ട് കൊടുക്കുന്ന പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വർഗീയ വിരുദ്ധ പ്രസംഗങ്ങളാണ്. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ആരൊക്കെയാണെന്ന്. ഇതാണ് ആത്മീയതയുടെ മുഖ്യ ശത്രു. ഈ ആൾദൈവങ്ങളും ഈ പൂജാരി വിഗ്രഹങ്ങളും മകരവിളക്ക് പോലും തട്ടിപ്പാണ്. സാറിനോട് എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല. മകരവിളക്ക് പോലും ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, ചിലതിനോട് വിയോജിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു പോയിന്റ് വളരെ ശരിയാണ്. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. അതല്ല, മറ്റു പലതും ആത്മീയതയുടെ മേൽവിലാസത്തിൽ ഇവിടെ വിലസുകയാണ്. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതല്ല നേതി, ഇതല്ല. യഥാർത്ഥത്തിലുള്ള ആത്മീയമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് മതം പോലും ആവശ്യമില്ല. മതം വേണ്ട, സംഘടന വേണ്ട, ഒന്നും വേണ്ട. മീ ആൻഡ് മൈ
മൈ ട്രൂത്ത്. ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും കടത്തി പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ സാറിനോട് ഒന്നുകൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. സാർ, ജയകുമാർ സാറിൻ്റെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാറിൻ്റെ അച്ഛൻ എം കൃഷ്ണൻ നായർ എടുത്ത സിനിമകളിൽ സാഹിത്യത്തിലെ ആത്മീയത പുരോഗതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാമോ സാർ? എൻ്റെ അച്ഛൻ ഒരു ബുദ്ധിജീവിയാണെന്നോ ഒരു സാഹിത്യ സംഭവമാണെന്നോ അദ്ദേഹത്തിന് ഒരുപാട് ബൗദ്ധികമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നുള്ള യാതൊരു അവകാശവാദങ്ങളും എനിക്കില്ല. ഹി വാസ് എ ഹംബിൾ ഫിൽം മേക്കർ ഹൂ ന്യൂ ഹൗ ടു മേക്ക് ഫിൽംസ്, ദാറ്റ് ഈസ് ഓൾ. എങ്ങനെ സിനിമ എടുക്കാമെന്ന് അറിയാവുന്ന ഒരു ഡയറക്ടർ എന്നുള്ളതിനപ്പുറത്തേക്ക് ബൗദ്ധികമായ നാട്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. എനിക്കുള്ള അത്ര പോലും നാട്യം അദ്ദേഹത്തിനില്ല. എനിക്ക് ഇത്രയും ഉണ്ടെന്ന് വെച്ചോ വേണമെങ്കിൽ. പക്ഷെ അദ്ദേഹത്തിന് ഹി വാസ് എ മച്ച് സിംപ്ലർ പേഴ്സൺ. സാർ, നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളായിട്ടുള്ള മഹാഭാരതമായാലും രാമായണമായാലും ഖുറാനായാലും ബൈബിളായാലും എല്ലാം മനുഷ്യൻ രചിച്ചതാണല്ലോ. അപ്പോൾ ഈ ആത്മീയമായി നമ്മൾ പറയുന്ന എല്ലാ പദങ്ങളും എല്ലാ പ്രയോഗങ്ങളും സാഹിത്യത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. മനുഷ്യൻ തന്നെയാണ് ഇതൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് ശരിക്കും സാഹിത്യം ഉണ്ടാക്കിയിട്ട് തന്നിട്ടുള്ളൊരു വസ്തുവാണല്ലോ, അല്ലെങ്കിൽ ഒരു ആശയമാണല്ലോ. അപ്പോൾ സാഹിത്യവും ആത്മീയതയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ട് സാറിന് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് സാഹിത്യവും ആത്മീയതയും ഒന്നായി ചേർന്നിരിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും സാറിന് വിരുദ്ധ അഭിപ്രായം ഉണ്ടെന്ന് അറിയാനാണ്. നമ്മൾ ഇന്ന് വലിയ പ്രാമാണിക ഗ്രന്ഥങ്ങളായി നമ്മൾ പരിഗണിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ഏതോ ഒരാൾ എഴുതിയത് തന്നെയാണല്ലോ. അത് അന്നത്തെ സാഹിത്യം തന്നെയാണ്. അന്നത്തെയും ഇന്നത്തെയും സാഹിത്യത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് ആ എഴുത്തുകാരന് ബോധപൂർവം അറിഞ്ഞോ അറിയാതെയോ ഏതൊരു നല്ല എഴുത്തുകാരനെയും നയിക്കുന്ന എന്താണ്? എൻ്റെ ഈ പുസ്തകം വായിച്ചിട്ട് ആളുകൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാകണം, മെച്ചമുണ്ടാകണം, അയാൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകണം, ജീവിതത്തിൽ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് അയാൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. മഹാഭാരതം എഴുതിയിരിക്കുന്നത് അത് തന്നെ, രാമായണവും അത് തന്നെ, ഭഗവത്ഗീതയും ഒക്കെ അത് തന്നെ, ഖുറാനും അത് തന്നെ. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ ഇതിനെ ആളുകൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിക്കളയും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്തെന്ന് അന്വേഷിക്കുന്ന ആളുകൾ ഇതിലൊന്നും വീഴരുത്. നമുക്ക് ഒരു ഇടനിലക്കാരനും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും. ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളറയിലാണ് ഈ പ്രണയബന്ധം ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഈ റൂമിയെ പോലുള്ള കവികളൊക്കെ ഈ പ്രണയാതുരന്മാരാവുന്നുണ്ട്. കാരണം ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് ദ ട്രൂത്ത്, മനസ്സിലായില്ലേ? അതിനെ റൊമാൻറ്റിക്കായിട്ട് ആവിഷ്കരിക്കുമ്പോഴാണ് നമുക്ക് ബാവുൾ ഗായകർ വരുന്നതോ അല്ലെങ്കിൽ ഒരു റൂമി വരുന്നതോ ഒക്കെ ആ ബന്ധത്തിൻ്റെ തീവ്രതയാണ്. നമുക്കെല്ലാം ആ തീവ്രതയിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ മൗനത്തിലൂടെ എനിക്കൊരു നാഥനുണ്ട് എന്നും ഐ ബിലോങ് ടു എ ലാർജർ ട്രൂത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കോണ്ടക്റ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യബോധം, മറ്റുള്ളവരുടെ ബന്ധത്തിലൊക്കെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ ആ കണ്ണിൽ നിന്ന് കരുണരസം വരുന്നത് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി നോസ് ദ ട്രൂത്ത്. അവസാനം പിലാത്തോസ് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഐ കെയിം ടു ടെൽ ദ ട്രൂത്ത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഐ കെയിം ടു ടെൽ ദ ട്രൂത്ത്. ആ ട്രൂത്ത് മനസ്സിലാക്കിയവൻ്റെ കണ്ണിലെ കരുണയുണ്ടല്ലോ, അത് ജീവിതത്തിൽ സ്വാംശീകരിക്കലാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെ ധർമ്മം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ചെയ്യാൻ സാധിക്കുമായിരിക്കും. ജയകുമാർ സർ, നമസ്കാരം. ഞാൻ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പോലെ 4 ക്വസ്റ്റ്യൻസിൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. ഫസ്റ്റ്, മഹാഭാരതം സാഹിത്യമാണോ? മഹാഭാരതത്തിൽ ആത്മീയതയുണ്ടോ? പിന്നെ താങ്കൾ പ്രകീർത്തിച്ച MT വാസുദേവൻ, നമ്മുടെ MT, അദ്ദേഹത്തിന് സംസ്കൃതം അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അദ്ദേഹം 2-ാം ഊഴം എന്ന് എഴുതിയ പുസ്തകം സാഹസികത ആയിരുന്നോ അതോ അല്ല? 5-ാമത്തെ ക്വസ്റ്റ്യൻ, വൺ മോർ. അദ്ദേഹത്തിന് നമ്മുടെ മലയാളികൾ സംസ്കൃതത്തെ അവഗണിച്ചത് കൊണ്ടാണോ നമ്മുടെ സാഹിത്യത്തിൽ ആത്മീയത ഇല്ലാതായി പോയത്? 5-ാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം പറഞ്ഞാലേ, ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ആത്മീയതയ്ക്ക് ഗുരുവും വേണ്ട, ആരും വേണ്ട, സംസ്കൃതവും വേണ്ട, ഇംഗ്ലീഷും വേണ്ട, ഒന്നും വേണ്ട. ആശയം ഗ്രഹിച്ചാൽ മാത്രം മതി. ദൈവങ്ങൾക്ക് സംസ്കൃതത്തിൽ പറഞ്ഞാലേ മന്ത്രം ജപിച്ചാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് വേറൊരു ധാരണ. നമുക്ക് അവരോടൊന്നും ഒരു ബന്ധമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഏതെങ്കിലും ഭാഷയിൽ ജപിച്ചോ, അതല്ല കാര്യം. അതൊക്കെ ആ ചോദ്യം ഈസ് റൂൾഡ് ഔട്ട്, അതിനർത്ഥമില്ല.
ആദ്യം ചോദിച്ച ചോദ്യം ഈ മഹാഭാരതം എഴുതുന്ന കാലത്ത് വെൻ ഇറ്റ് വാസ് എ കണ്ടംപററി ടെക്സ്റ്റ്, ഒരു സമകാലികമായിട്ടുള്ള ഒരു കൃതിയായി മഹാഭാരതം നിലനിന്നിരുന്ന കാലത്ത് എന്നെഴുതിയതായാലും അന്ന് എഴുതിയ കാലത്ത്, അന്നത്തെ സമകാലിക സാഹിത്യമായി നിന്നിരുന്ന കാലത്ത് ആളുകൾ അതിനെ സാഹിത്യമായിട്ടാണ് കാണുന്നത്. ഓ, ഇന്നാരുടെ യുദ്ധം, മറ്റേയാൾ മറിച്ചയാൾ, ചിലരെയൊക്കെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്, ദൈവിക പരിവേഷം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിയുമ്പോൾ അന്നത്തെ ഒരു കണ്ടംപററി ലിറ്ററേച്ചർ അക്വയർസ് ദ ഹേലോ ഓഫ് എൻ എപ്പിക്. അതിനകത്ത് ആത്മീയത കാണുന്നവർക്ക് ആത്മീയത കാണാം, മതം കാണുന്നവർക്ക് മതം കാണാം, യുദ്ധതന്ത്രം കാണുന്നവർക്ക് യുദ്ധതന്ത്രം കാണാം, രാഷ്ട്രതന്ത്രം കാണുന്നവർക്ക് രാഷ്ട്രതന്ത്രം കാണാം. അത് പുതിയ പുതിയ മാനങ്ങളിലേക്ക് ഒരു കൃതി വളരും. ഒരുപക്ഷെ അതിൻ്റെ കൂടെ എഴുതപ്പെട്ട ഒരുപാട് ക്ഷുദ്രകൃതികൾ ഉണ്ടായിരുന്നിരിക്കും, എല്ലാം പോയില്ലേ. മഹാഭാരതവും രാമായണവും ഒക്കെ കാലഘട്ടത്തെ അതിജീവിച്ച് നിൽക്കുന്നത് അതിനകത്തുള്ള ആന്തരികമായിട്ടുള്ള സ്ട്രെങ്ത് കൊണ്ടാണ്. അതിന് നിങ്ങൾക്ക് ആത്മീയ കൃതിയായിട്ട് കാണണമെങ്കിൽ കണ്ടോ, ഇല്ലെങ്കിൽ വേണ്ട. അതിനകത്ത് ഭഗവത്ഗീത കിടപ്പുണ്ട്, അത് നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അർജുനന് കൊടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ മാത്രമായിട്ട് അതിനെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ റിച്വൽസാണ്. ഭഗവത്ഗീത വച്ച് പൂജിക്കുക, പിന്നെ 101 തവണ ഏത്തമിടുക, ദീസ് ആർ ഓൾ റിച്വൽസ്. നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ എന്ത് വേണോ ചെയ്തോളൂ. യഥാർത്ഥത്തിലുള്ള ആത്മീയതയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ആചാര ഉപചാരങ്ങൾ ആവശ്യമില്ല. മഹാത്മാഗാന്ധി എന്തെങ്കിലും തരത്തിലുള്ള ആചാര ഉപചാരങ്ങൾ നടത്തിയതായി എൻ്റെ അറിവിലില്ല. അദ്ദേഹം ആ കൂടെ പാടാൻ പ്രേരിപ്പിക്കും, എല്ലാ സർവ്വമത പ്രാർത്ഥന പാടും, ധ്യാനിക്കും എന്നുള്ളതല്ലാതെ ഹിസ് ഗോഡ് വാസ് ട്രൂത്ത്, ട്രൂത്ത് വാസ് ഹിസ് ഗോഡ്. അതിന് നമ്മുടെ മൗനത്തിലൂടെയാണ് എത്തേണ്ടത്. അതിന് സംസ്കൃതം ഒന്നും ഒരു പ്രീ റെക്വിസിറ്റ് അല്ല. ഇനി കമ്മിങ് ബാക്ക് ടു എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ധിഷണാശേഷിയുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അന്വേഷിക്കാനറിയാം, ഗവേഷണം നടത്താനറിയാം, ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാനറിയാം. ഏതൊരു എഴുത്തുകാരനും ജീവിതത്തെപ്പറ്റിയും കഥാപാത്രങ്ങളെപ്പറ്റിയും ഒരു ധാരണയുണ്ടാവും. ആ ധാരണയ്ക്ക് അപ്പുറത്തേക്ക് ആർക്കും പോകാൻ സാധ്യമല്ല. എം ടി ഒരു ഭീമനെ സങ്കല്പിച്ചു. ആ ഭീമനെ വേണ്ടത്ര നീതി കിട്ടിയില്ല, രണ്ടാം ഊഴക്കാരന് നീതി കിട്ടിയില്ല, കിട്ടണമായിരുന്നു. ഒരുപാട് ധീരത കാണിച്ച ഈ നായകന് നീതി കിട്ടിയില്ല. ഒരുപക്ഷെ തൻ്റെ സ്വന്തം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഭീമൻ്റെ കഥയെ അദ്ദേഹം അപഗ്രഥിച്ചുകൊണ്ട് അതുകൊണ്ടാവണം ഭീമനെ പോലൊരു കഥാപാത്രത്തെ ഇങ്ങനെ മാറ്റിമറിക്കണം അത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. അദ്ദേഹം പൂനെയിലെ ഭണ്ഡാർക്കർ ലൈബ്രറിയിലും ഒരുപാട് സ്ഥലത്തും പോയി ഇഷ്ടംപോലെ 1-2 വർഷം ഗവേഷണം ചെയ്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം ഗ്രഹിച്ചു. അത് സംസ്കൃതത്തിലൂടെ ഗ്രഹിച്ചാൽ കൊള്ളാം, ഇംഗ്ലീഷിലൂടെ ഗ്രഹിച്ചാൽ കൊള്ളില്ല എന്നൊന്നും പറയാനുള്ള മൗഢ്യം എനിക്കില്ല. ഹി ഹാസ് ഡൺ ഹിസ് റിസർച്ച്. അങ്ങനെയാണ് ആ പുസ്തകം എഴുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യം എൻ്റെ ഒരു മാനദണ്ഡമേ അല്ല. എം ഡിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എം ഡിയെ പോലുള്ള എഴുത്തുകാരൻ്റെ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. ആൻഡ് ദാറ്റ് വാസ് ഫുൾ ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ. സാറ് സാഹിത്യത്തിൻ്റെ പല മേഖലകളിലും വ്യാപരിച്ചിട്ടുള്ള തീക്ഷണാശാലിയായ ഒരു എഴുത്തുകാരനാണ്. സാർ ഇംഗ്ലീഷിൽ എഴുതുന്നു, ചിത്രം വരയ്ക്കുന്നു, ടാഗോറിനെ മിക്കവാറും എല്ലാം വിവർത്തനത്തിലൂടെ കൊണ്ടുവന്നു. അപ്പം എൻ്റെ ഒരു ചെറിയ ചോദ്യം, ഈ ആത്മീയ പുരോഗമന വിരുദ്ധതോ എന്നുള്ള പ്രശ്നം സാറിന് ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് തോന്നുന്നതാണോ, അതോ ഇത് വെച്ച് അനലൈസ് ചെയ്താൽ വാട്ട് വിൽ ബി യുവർ പൊസിഷൻ? ആത്മീയത പുരോഗമന വിരുദ്ധമാകുന്നത് പുരോഗമനത്തെപ്പറ്റിയും ആത്മീയതയെപ്പറ്റിയുമുള്ള തലതിരിഞ്ഞ നിർവചനങ്ങൾ കൊണ്ടാണ്. യഥാർത്ഥത്തിലുള്ള പുരോഗമനവും ആത്മീയതയും വിരുദ്ധമല്ല. യഥാർത്ഥത്തിലുള്ള ആത്മീയത മാനവികതയ്ക്ക് വിരുദ്ധമല്ല, അത് അതിമാനവികതയാണ് എന്ന് ഞാൻ പറയും. തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ തടവുകാരായി പോകരുത് എഴുത്തുകാരെന്ന് മാത്രമാണ് എൻ്റെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ ഏക പ്രധാന ആശയം. പിന്നെ ഞാനിതെല്ലാം ചെയ്യുന്ന എന്തിനാണ് തങ്കപ്പം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയണം, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതും ചെയ്തു. അത് കൂടെ ഒരു ജീവിതമേ ഉള്ളൂ. ഇനി ഒരു 10-12 വർഷം കൂടെ ജീവിക്കുമായിരിക്കും. ഇതിനിടയ്ക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടൊക്കെ പോകണം. അല്ല ഇനി ഓരോന്നിനായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? സാഹിത്യം എഴുതാൻ വരുന്നു, ഇനി അടുത്ത വരവിൽ ഞാൻ പെയിൻറ്റിങ്, അങ്ങനെ നമുക്ക് സമയം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കിട്ടിയൊരവസരത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് അത് പോവുക, അത്രയേ ഉള്ളൂ. നമസ്കാരം സാർ. ഒരു ചോദ്യം ചോദിക്കാൻ അവസരം തന്നതിന് സംഘാടകരാദ്യം നന്ദി പറയുന്നു. സാഹിത്യത്തിലെ ആത്മീയതയെ പറ്റി സാർ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ സംവദിക്കുകയുണ്ടായി. അപ്പോൾ സാഹിത്യത്തിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളോട് ചേർന്ന് നിന്നപ്പോഴും ആത്മീയതയെ മറ്റൊരു തലത്തിൽ എത്തിച്ച സാഹിത്യകാരനായിരുന്നു ബഷീർ. അതിനെ സാറ് വിട്ടുപോയതാണെങ്കിൽ അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട്
എടുത്തു കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ ചോദ്യം, മതങ്ങൾ പഠിപ്പിച്ച ആത്മീയതയല്ലാതെ സാഹിത്യത്തിൽ എന്താണ് ആത്മീയത എന്ന് താങ്കൾ നിർവചിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ബഷീറിൻ്റെ ട്രാക്ക് ഞാൻ അധികം പോയില്ല. കാരണം അത് പോയാൽ സൂഫിസത്തിലേക്കൊക്കെ പോകും. അത് സൂഫിസത്തിലേക്ക് പോകും. അത് ഇപ്പോൾ തീരുമില്ല, സമയത്ത് തീരുകയില്ല. ബഷീറിനെ നമുക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടും ബഷീറിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞത് ഒരു കാരണം കൊണ്ടാണ്. നമ്മളിപ്പോൾ മതഗ്രന്ഥങ്ങളൊന്നുമില്ലാതെ തന്നെ സാഹിത്യത്തിലൂടെ ആത്മീയതയിലേക്ക് എത്താമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, സാഹിത്യത്തിൻ്റെ പ്രധാന ചോദന എന്താണ്? മനുഷ്യനോടുള്ള സ്നേഹമാണ്, മനുഷ്യ ജീവിതത്തിനോടുള്ള സ്നേഹമാണ്. ഒരു മനുഷ്യനെ അഗാധമായി സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് പരിചരിക്കാൻ പറ്റൂ. ഒരുപക്ഷെ ആ ഒരു കഥാപാത്രത്തിൻ്റെ അച്ഛനും അമ്മയേക്കാൾ കൂടുതൽ ആ കഥാപാത്രത്തെ സ്നേഹിച്ചത് ആ എഴുത്തുകാരനായിരിക്കും. കാരണം ആ കഥാപാത്രത്തിൻ്റെ എല്ലാം അറിയാം. അപ്പോൾ ഈ ഒരു അതിമാനവികത, ഒരു അപാരമായിട്ടുള്ള കരുണയിൽ പൊതിഞ്ഞ ഒരു മാനവികത, അതാണ് സാഹിത്യം നമുക്ക് തരേണ്ടത്. അന്യനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നൊക്കെ പറഞ്ഞതുപോലെ അന്യൻ്റെ ജീവിതം അറിയാനുള്ളൊരു കഴിവ്, അത് പണ്ട് കുഞ്ചൻ നമ്പ്യാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പിന്നെ എന്താണ് നമ്പ്യാരുടെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള എന്താണ് വിശപ്പ് പറഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ, ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ഈ പരക്ലേശ വിവേകം എന്നുള്ളൊരു വാക്ക്, അതിന് മാത്രം നമ്പ്യാരെ നമ്മൾ മാനിക്കണം. പരക്ലേശ വിവേകം, ഇംഗ്ലീഷിൽ അതിന് ഇക്വലൻ്റ് വാക്കില്ല. എമ്പതി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ അതല്ല, പരക്ലേശ വിവേകം. സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരക്ലേശ വിവേകമില്ല. അതുകൊണ്ടാണ് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് മലയാള മനോരമ പത്രം മുഴുവൻ വായിക്കാനും, ഒരു 100 പേര് മരിച്ചതും, ഒരു 25 പേർക്ക് കാലൊടിഞ്ഞതും, ഒരു 10 എത്രയോ പേർക്ക് ക്യാൻസർ പിടിച്ചതും, വൃക്ക മാറ്റിയതും എല്ലാം 10 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പാരിൽ പരക്ലേശ വിവേകമില്ല. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലാണ് നമ്പ്യാർ പറയുന്നതെങ്കിൽ ഈ പാരിൽ പരക്ലേശ വിവേകം ഉണ്ടാവണം. അത് സാഹിത്യത്തിനേ സാധിക്കൂ. നോവൽ വായിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് വെച്ച് കണ്ണു തുടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബന്ധുവാണോ മരിച്ചത്? അല്ലല്ലോ. പക്ഷേ പരക്ലേശ വിവേകം, ആ പരക്ലേശ വിവേകം ഉണ്ടാവാനുള്ള ജാതി മത ബന്ധങ്ങൾക്കെല്ലാം അതീതമായിട്ട് ഒരു മനുഷ്യൻ ദുഃഖിക്കുമ്പോൾ എനിക്ക് ദുഃഖിക്കാൻ കഴിയാനുള്ള ഒരു വലിയ കഴിവ് നമ്മളിലുണ്ട്. അതാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്. ആ മനുഷ്യത്വത്തെ ഉദ്ദീപിപ്പിച്ച് നിർത്താൻ സാഹിത്യത്തിന് സാധിക്കും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് അക്കിത്തം പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഞാൻ അറിയാത്ത, അതാണ് എനിക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങനെയുള്ള എന്താണ് അതിനൊരു വാക്ക് പറയുമല്ലോ, ഒരു അൺകണ്ടീഷണലായിട്ടൊരു സ്നേഹത്തിന് മനുഷ്യന് സാധിക്കും. അവിടെയാണ് സാഹിത്യം നമ്മുടെ ബന്ധുവാകുന്നത്. സമയം കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.